ബാബുവിൻ്റെ ഉത്സാഹം കണ്ട് അച്ഛനും അമ്മയും ഒരേ സ്വരത്തിൽ ഉച്ചത്തിൽ പറഞ്ഞു, മോനെ ബാബു, അതാണ് ഷൂട്ടിംഗ് സ്റ്റാർ അല്ലെങ്കിൽ ഉൽക്കകൾ. ഷൂട്ടിംഗ് സ്റ്റാറോ? എന്താണത്? അത്ഭുതവും ആശ്ചര്യവും കൊണ്ട് വികസിച്ച കണ്ണുകളോടെ ബാബു ചോദിച്ചു. എന്തേ ആ പ്രകാശജ്വാല പെട്ടെന്ന് നിന്നു പോയത്? ബാബു, ഷൂട്ടിംഗ് സ്റ്റാർ ഒരു നക്ഷത്രമല്ല, അതൊരു ഉൽക്കയാണ്. ഉൽക്കയോ? എന്താണത്? ബാബുവിൻ്റെ അടുത്ത ചോദ്യം. അച്ഛൻ വിശദമാക്കി. ബഹിരാകാശത്ത് നിന്നും വരുന്ന പാറകളാലോ പൊടിപടലങ്ങളാലോ രൂപം കൊള്ളുന്ന വസ്തുക്കളാണ് ഉൽക്കകൾ. അത് നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുമ്പോൾ അന്തരീക്ഷവുമായി ഉണ്ടാകുന്ന ഉരസൽ മൂലം നല്ലവണ്ണം ചൂടാവുകയും തൽഫലമായി പ്രകാശം ചൊരിയുകയും ചെയ്യുന്നു. മിക്കവാറും ഉൽക്കകൾ അന്തരീക്ഷത്തിൽ വച്ച് തന്നെ കത്തിത്തീരുകയാണ് പതിവ്. ഇത് നമ്മുടെ ഭൂമിക്ക് ഉപദ്രവകാരിയാണോ? ഇത് ഭൂമിയിലേക്ക് പതിക്കാൻ സാധ്യതയുണ്ടോ? ബാബു ഉത്കണ്ഠയോടെ ചോദിച്ചു. അച്ഛൻ പറഞ്ഞു, ചിലപ്പോഴൊക്കെ ഉൽക്കയുടെ കത്തിത്തീരാത്ത ഭാഗങ്ങൾ ഭൂമിയിലേക്ക് പതിക്കാറുണ്ട്. ഇതിനെയാണ് ഉൽക്കാശിലകൾ എന്ന് പറയുന്നത്. ബാബു, നീ ഈ ഉൽക്കാശിലകളെ നിസ്സാരന്മാരായി കാണരുതേ. 80,000 വർഷങ്ങൾക്ക് മുന്നേ ഭൂമിയിൽ പതിച്ചെന്ന് കരുതുന്ന 1920 നമീബിയയിലെ ഗ്രൂട്ട്ഫെൻഡനിൽ നിന്നും കണ്ടെടുത്ത 66 ടൺ നിക്കലും ഇരുമ്പും ചേർന്ന ഹോബ ഉൽക്കാശില മുതൽ 2021 ചൈനയിലെ സിൻജിയാങ് പ്രവിശ്യയിൽ നിന്നും കണ്ടെടുത്ത 23 ടണ്ണോളം വരുന്ന ഇരുമ്പിനാൽ സമൃദ്ധമായ ഉൽക്കാശിലകൾ വരെ പലതരം ശിലകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഹോ, അത്ഭുതം തന്നെ. അച്ഛാ, നമുക്ക് ഈ ഉൽക്കാപ്രവാഹം എല്ലാ ദിവസവും കാണാൻ സാധിക്കുമോ? ബാബുവിൻ്റെ അടുത്ത ചോദ്യം. ഇതിന് മറുപടി അമ്മയാണ് കൊടുത്തത്. ഇല്ല ബാബു, എല്ലാ രാത്രികളിലും നമുക്ക് ഈ ഉൽക്കാപ്രവാഹം കാണാൻ സാധിക്കില്ല. ധൂമകേതുക്കളിൽ നിന്നും വേർപ്പെടുന്ന ഉൽക്കകൾ ഭൂമിയുടെ സഞ്ചാരപാതയോട് അടുക്കുമ്പോഴാണ് ഇത് ദൃശ്യമാവുക. ചിലപ്പോൾ ധാരാളം ഉൽക്കകൾ ഒന്നിച്ച് ഉൽക്കാവർഷം തന്നെ നടത്തിയേക്കാം. ആശ്ചര്യത്തോടെ കേട്ടുകൊണ്ടിരുന്ന ബാബുവിൻ്റെ മനസ്സിലേക്ക് അമ്മ കൊടുത്ത അടുത്ത വാക്കായിരുന്നു ധൂമകേതു. ബാബുവിൻ്റെ അടുത്ത ചോദ്യം ധൂമകേതുവിനെക്കുറിച്ചായിരിക്കാം എന്ന് മനസ്സിലാക്കിയ അച്ഛൻ പറഞ്ഞു, നോക്കൂ ബാബു, ഐസും പൊടിപടലങ്ങളും ചേർന്ന് ബഹിരാകാശത്ത് രൂപം കൊള്ളുന്ന വലിയ മഞ്ഞുബോളുകൾ പോലെ തോന്നിക്കുന്ന ഭീമാകാരമായ വസ്തുക്കളാണ് ധൂമകേതുക്കൾ. ഇവ സൂര്യനെ ഓവലാകൃതിയിൽ വലയം ചെയ്യുന്നു. വളരെ രസകരമായ കാര്യം എന്തെന്ന് വെച്ചാൽ, ചില ധൂമകേതുക്കൾ വളരെ കാലത്തിന് ശേഷം നമ്മെ കാണുവാനും കുശലാന്വേഷണത്തിനുമായി വീണ്ടും വരും നമ്മുടെ അടുക്കൽ. അങ്ങനെ 76 വർഷത്തിനിടെ നമ്മെ കാണാൻ വരുന്ന ഒരു ധൂമകേതു ഉണ്ട്. ഹാലിയുടെ ധൂമകേതു എന്നാണ് മൂപ്പരുടെ വിളിപ്പേര്. 1986 മൂപ്പർ അവസാനമായി നമ്മെ കാണാൻ വന്നത്. അടുത്ത വരവ് 2061 തോന്നുന്നു. ബാബു ആവേശത്തോടെ പറഞ്ഞു, ചിലപ്പോൾ എനിക്ക് കാണാൻ സാധിക്കുമായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ മക്കൾക്കെങ്കിലും. ബാബുവിൻ്റെ ആവേശം കണ്ട് അച്ഛൻ പറഞ്ഞു, ഈ ധൂമകേതുക്കളൊക്കെ ഭൂമിക്ക് ദോഷകരമല്ലെങ്കിലും ശാസ്ത്രജ്ഞന്മാർ ഭൂമിയിലെ ടെലിസ്കോപ്പിലൂടെയും ബഹിരാകാശത്ത് വിക്ഷേപിച്ച ടെലിസ്കോപ്പിലൂടെയുമൊക്കെ സദാ നിരീക്ഷിക്കുകയാണ്. വല്ല ദോഷകരമായ ധൂമകേതുക്കളും ഭൂമിക്ക് നേരെ വരുന്നുണ്ടോ എന്നും നോക്കി. മുകളിലെ തെളിഞ്ഞ ആകാശത്തെ നോക്കി ഉത്സാഹത്തോടെ ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് ബാബു പറഞ്ഞു, നിന്നെക്കുറിച്ചുള്ള വിവരങ്ങൾ എത്ര രസകരമാണ്. എനിക്ക് കൂടുതൽ അറിയണം നിന്നെപ്പറ്റി. അമ്മ ബാബുവിനെ പുതപ്പോടുകൂടി തന്നോട് ചേർത്ത് വെച്ച് പറഞ്ഞു, ബാബു, ഈ പ്രപഞ്ചം വളരെ നിഗൂഢതകളും അത്ഭുതങ്ങൾ നിറഞ്ഞതും രസകരവുമാണ്. കണ്ണുകളടച്ച് വീണ്ടും ആകാശത്തേക്ക് മുഖമുയർത്തിയ ബാബുവിന് ആകാശഗംഗയിൽ നീന്തിത്തുടിക്കുന്ന നക്ഷത്രക്കൂട്ടങ്ങൾ അവയുടെ രഹസ്യങ്ങൾ തൻ്റെ കാതുകളിൽ മന്ത്രിക്കുന്നതായി തോന്നി.